സ്ഥലം പാട്ടത്തിന് കൊടുത്തത് പ്രശാന്തനാണ്. ഇടവകയുടെ വികാരി എന്ന രീതിയിൽ, വികാരി അച്ഛൻ എന്ന രീതിയിൽ ഈ പോൾ എടത്തിനകത്താണ് പ്രശാന്തനുമായി കരാറിലേർപ്പെട്ടത്. കാരണം BPCLനല്ല സ്ഥലം ഇവർ ലീസിന് കൊടുത്തിട്ടുള്ളത്. ഇവർ ലീസിന് കൊടുത്തിട്ടുള്ളത് പ്രശാന്തനാണ്. പ്രശാന്തൻ മറ്റൊരു ബിനാമിയാണ്. നമസ്കാരം. നവീൻ ബാബു കേസിലെ പ്രതിയായ PP ദിവ്യക്കെതിരായി വാർത്ത ചെയ്തു എന്ന കുറ്റം കൊണ്ട് രാജൻ ജോസഫ് എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തിരിക്കുകയാണ് പിണറായിയുടെ പോലീസ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ PP ദിവ്യയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചും P ശശി എന്ന മുഖ്യമന്ത്രിയെക്കുറിച്ചും P ശശിക്ക് വളരെ വേണ്ടപ്പെട്ടവളായ ദിവ്യയെ പാർട്ടി സംരക്ഷിച്ചു പിടിക്കുന്നതിനെക്കുറിച്ചും വാർത്ത ചെയ്തു എന്നതിനാണ് രാജൻ ജോസഫിനെതിരായ ഈ കള്ളക്കേസ്. P ശശിയുടെ പഴയകാല കഥകൾ അറിയാവുന്ന പലരും ദിവ്യ ശശി ബന്ധത്തെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിച്ചിരുന്നു. ഇത് തന്നെയേ രാജൻ ജോസഫും ചെയ്തിട്ടുള്ളൂ. എന്നാൽ എതിർ ശബ്ദങ്ങൾക്കെതിരെയെല്ലാം കള്ളക്കേസെടുത്ത് നിശബ്ദമാക്കാനുള്ള സ്ഥിരം ശൈലി തന്നെയാണ് ഇവിടെയും പിണറായി സർക്കാർ പുറത്തെടുത്തിരിക്കുന്നത്. പക്ഷേ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും ഉയർന്നു പറക്കുന്ന രാജൻ ജോസഫിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ ഓലപ്പടക്കങ്ങൾ കണ്ട് പേടിക്കുമെന്നത് സഖാക്കളുടെ വെറും തെറ്റിദ്ധാരണയാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കേസെടുക്കാൻ ആസ്പദമായ അദ്ദേഹത്തിന്റെ വീഡിയോ ഇതാണ്. PP ദിവ്യക്കെതിരായിട്ടുള്ള കുരുക്ക് മുറുകുകയാണ്. ശശിയേട്ടന്റെ വാത്സ്യായന്റെ കൃതിയും വായിച്ചുകൊണ്ടിരുന്ന് ശശിയേട്ടൻ പറയുന്നത് മുഴുവൻ കേട്ട് നടന്ന് ശശിയേട്ടനുമായിട്ട് ചേർന്ന് ബിനാമി ഏർപ്പാട് നടത്തുകയും അതിന് പൊട്ടനായ ഭർത്താവിനെ കൂട്ടുപിടിക്കുകയും പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു ബിനാമിയെ മുമ്പിൽ നിർത്തുകയും ഒക്കെ ചെയ്ത് എല്ലാ തരികിടകളും ഒപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ദിവ്യയ്ക്കും പ്രശാന്തനും ശശിക്കും ഒക്കെ കുറുക്ക് മുറുകുന്ന രീതിയിൽ ഈ പെട്രോൾ പമ്പിന് സ്ഥലം പാട്ടത്തിന് നൽകിയ ഈ നെടുവാളൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തെ, നെടുവാളൂർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ചെങ്കളായിലെ നെടുവാളൂർ ഇടവക, അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ സ്ഥലമാണ് പാട്ടത്തിന് നൽകിയത്. 20 സെന്റ് സ്ഥലം 20 വർഷത്തേക്ക് പ്രതിമാസം 40,000 രൂപ ലീസിനാണ് നൽകിയത്, വാടകയ്ക്കാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രശാന്തൻ പറഞ്ഞത്രേ, പോൾ എടക്കനാട് എന്ന് പറയുന്ന പള്ളി വികാരിയോട് പറഞ്ഞിരിക്കുന്നു, ഇത് ഈ ADM നവീൻ ബാബു ആരാലും സ്വാധീനിക്കാൻ കഴിയാത്ത, വടിവിട്ടൊന്നും ചെയ്യാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് അച്ഛനോട് ഇടവക വികാരിയായ പോൾ എടത്തിനകത്ത് പോൾ എടത്തിനകത്ത് എന്ന് പറയുന്ന പള്ളിയിലച്ഛനോട് ഈ പ്രശാന്തൻ തന്നെ പറഞ്ഞു എന്ന് പള്ളിയിലച്ഛൻ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുക. ഇനി ഇവരെന്താ പറയുക? സ്ഥലം പാട്ടത്തിന് കൊടുത്തത് പ്രശാന്തനാണ്. ഇടവകയുടെ വികാരി എന്ന രീതിയിൽ, വികാരി അച്ഛൻ എന്ന രീതിയിൽ ഈ പോൾ എടത്തിനകത്താണ് പ്രശാന്തനുമായി കരാറിലേർപ്പെട്ടത്. കാരണം BPCLനല്ല സ്ഥലം ഇവർ ലീസിന് കൊടുത്തിട്ടുള്ളത്. ഇവർ ലീസിന് കൊടുത്തിട്ടുള്ളത് പ്രശാന്തനാണ്. പ്രശാന്തൻ മറ്റൊരു ബിനാമിയാണ്. അല്ലാതെ പ്രശാന്തന് 1,30,00,000 റുപ്യ BPCLന് കെട്ടിവെക്കാനും മാസം 40,000 റുപ്യ ഇവർക്ക് കെട്ടിവെക്കാനും അതിനും ഒരു എമൗണ്ട് ആദ്യം കെട്ടിവെക്കണം. മാസം വാടക 40,000 റുപ്യ, ഇത്ര മാസത്തെ വാടക ആദ്യം കെട്ടിവെക്കണം. അത്രയും കൂടി ഉണ്ടാക്കാൻ കഴിയുന്ന ആളൊന്നുമല്ല പ്രശാന്തൻ. പ്രശാന്തന്റെ പിന്നിൽ ഇവർ വലിയൊരു ലോബിയുണ്ട്. അതാണ് ദിവ്യയ്ക്ക് ഇത്ര വലിയ ചൊറിച്ചിലുണ്ടായത്. അപ്പം ഇതിനെല്ലാം നിന്ന് ഇപ്പോൾ പ്രശാന്തനുമായാണ് എഗ്രിമെന്റിൽ ഒപ്പിടുന്നത് അച്ഛൻ. പ്രശാന്തനാണ് BPCLുമായിട്ടുള്ള എഗ്രിമെന്റിൽ ഒപ്പിടുന്നത്. അവരുമായിട്ടുള്ള ധാരണ പ്രശാന്തനാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇതാ ലീസിനുള്ള സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഞങ്ങൾക്ക് പെട്രോൾ പമ്പ് തുടങ്ങാം, അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഞങ്ങളുടെ കയ്യിൽ 20 വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് വേണ്ട ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് അവരെടുത്തുനിന്ന് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് ഈ എടുത്ത പ്രശാന്തൻ തന്നെ പറയുന്നു, മാന്യനായ, സത്യസന്ധനായ, വഴിവിട്ടൊന്നും ചെയ്യാത്ത, വേറിട്ട മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാത്ത, നിയമപരമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, വളരെ അർപ്പണ മനോഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയ ആളെ അതേ പ്രശാന്തന് കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് ദിവ്യയാണ്. അപ്പോൾ ദിവ്യ പറഞ്ഞത് നുണയല്ലേ? എവിടെയാണ് പിന്നീട് കളികൾ നടന്നത്? എന്തായിരുന്നാലും ദിവ്യ
ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് കണക്കിലെടുക്കുന്നത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. 2 പെൺകുട്ടികളുണ്ട്. അഴിമതി നടത്താത്തൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നാൽ തന്നെയും മഹാഭാഗ്യമെന്ന് പറയാൻ കാരണം ഇവളൊക്കെ ഇല്ലെങ്കിൽ അടുത്ത കുറി വല്ല ധർമ്മടത്തോ വല്ല മട്ടന്നൂരോ അല്ലെങ്കിൽ എം പി ഗോവിന്ദൻ മാഷ് തന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തൊട്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ തളിപ്പറമ്പിലോ മത്സരിച്ച് MLA ആയി അഥവാ കഷ്ടകാലത്തിന് അടുത്ത മുന്നണിക്ക് 3-ാം ഊഴം കിട്ടിക്കഴിഞ്ഞാൽ അതാ പിന്നെ കേരളം തീർന്നു. മന്ത്രിയായി ഒക്കെ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇനിയിപ്പോൾ ഇവൾക്ക് ശശിയുടെ ഒപ്പമുള്ള പരിപാടി നടക്കൂല. ശശിയുടെ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവളെ ഭർത്താവിനിപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ, നാട്ടുകാർ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ശശിൻ്റെ ഒപ്പം എവിടെയെങ്കിലും ഹോട്ടലിലോ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ ഇവളെ ഭർത്താവിൻ്റെ അനുമതിയോട് കൂടിയിട്ടായിരിക്കണം. എന്തായാലും വീട്ടിൽ നമുക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി, കാര്യങ്ങൾ നടക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ടി കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചാലല്ലാതെ ശശിൻ്റെ ഏർപ്പാട് നടക്കൂല, ഓളെ ഏർപ്പാട് നടക്കൂല, ഒരു തരികിടെ നടക്കൂല എന്നുള്ള അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ ഭാവിയും അലങ്കോലപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും പോൾ ഇടത്തിനകത്ത് എന്ന് പറയുന്ന പിന്നെ നെടുവാളൂർ ചെങ്ങളായി നെടുവാളൂർ ഇടവക വികാരി, അത് അവർക്ക് പുതിയ പള്ളി പണിയായിരുന്നു. പള്ളി പണിയുന്നതിന് സാമ്പത്തികമായ പിന്നെ കുറച്ച് ബാധ്യതകൾ വരുമായിരുന്നു. ആ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ട പണം കണ്ടെത്താൻ വേണ്ടിയിട്ട്, സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് 20 സെന്റ് സ്ഥലം 20 വർഷത്തേക്ക് 40,000 രൂപ പ്രതിമാസ വാടകയ്ക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. എന്തായിരുന്നാലും നവീൻ ബാബുവിൻ്റെയൊക്കെ വീട്ടിലേക്ക് നല്ല PP ദിവ്യയൊക്കെ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ പറയണില്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നല്ല, പാർട്ടി ബ്രാഞ്ചിലേക്കെങ്കിലും തരം താഴ്ത്തണം. എന്നിട്ട് എല്ലാ ബ്രാഞ്ച് യോഗം കഴിയുമ്പോഴും നമ്മൾ സാധാരണഗതിയിലുണ്ടല്ലോ ഈ മോട്ടോർ വാഹന നിയമം ഒക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ആശുപത്രിയിൽ പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കുക, റോഡ് നന്നാക്കുക, അങ്ങനെയുള്ള ചില പണിഷ്മെൻറ്റ്സ് കൊടുക്കാറുണ്ട്. അതേ രീതിയിലുള്ള പണിഷ്മെൻറ്റ് ഇവർക്ക് എല്ലാ ദിവസവും ബ്രാഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ച് യോഗം ഉണ്ടെങ്കിലും ലോക്കൽ കമ്മിറ്റിയിലോ ബ്രാഞ്ച് കമ്മിറ്റിയിലോ പെട്ട ഏതെങ്കിലും സഹാക്കളെ കൊണ്ട് അവരെ കൊണ്ടേ എടുപ്പിക്കാവൂ. അല്ല അതിനേക്കാൾ മേലുള്ളൊരു നിർത്താൻ അവർക്ക് മനസ്സിലാവില്ല. മറ്റേ ക്ലാസ് അല്ല കേട്ടോ, ശശിയുടെ ക്ലാസ് എടുക്കാൻ പോകരുത്. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളയിൽ പിന്നെ എന്നും ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കും, എന്നും ബ്രാഞ്ച് വിളിക്കണം എന്ന് പറയും. കാരണം അതിൻ്റെ ഒരു ആർത്തി പിടിച്ച സാധനമാണ് അവൾ. അതല്ലാതെ പാർട്ടിയെക്കുറിച്ച് കമ്മ്യൂണിസത്തെക്കുറിച്ച് അവൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക, എന്നിട്ട് ബ്രാഞ്ചിൽ അങ്ങനെ കുറേ കാലം ഇടുക. അതാണ് ഇവൾക്കൊക്കെ കൊടുക്കേണ്ടുന്ന ശിക്ഷ. അല്ലാതെ ഇവളെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത് വല്ലാത്ത വൃത്തികെട്ട അവസ്ഥയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ PP ദിവ്യയ്ക്ക് ഒന്ന് റോട്ടിലിറങ്ങി നടക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുക. CPMന്റെ വലിയ ഗുണാണ്ടറാണല്ലോ, SFIയുടെ വലിയ നേതാവായിരുന്നല്ലോ, DYFയുടെ വലിയ നേതാവായിരുന്നല്ലോ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നല്ലോ, അതും കണ്ണൂരത്തെ. PP ദിവ്യ എന്നവൾക്ക് പത്തനംതിട്ടയിൽ ഇറങ്ങിയിട്ട് പത്തനംതിട്ടയിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ കൂടി ഒന്ന് നടന്ന് യാത്ര ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? നരേന്ദ്രമോദിയുടെ തന്തയ്ക്കൊക്കെ വിളിച്ചല്ലോ, നരേന്ദ്രമോദിനെയും ശിഹാബ് തങ്ങളെയൊക്കെ തന്തയ്ക്ക് വിളിച്ച് രസിച്ചതാണല്ലോ ഇവള്. പറയെ എല്ലാവരെയും കാണുന്നവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കലായിരുന്നല്ലോ പണി. ഇവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവളൊറ്റ തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ ഇവള് പത്തനംതിട്ട ജില്ലയിലെ CPMന്റെ കേന്ദ്രങ്ങളിൽ, വേറെ എവിടെയും പോകണ്ട, CPMന്റെ കേന്ദ്രങ്ങളിൽ ബാക്കിയുള്ള നാട്ടുകാരെ വിട്ടുകളാ, ഒന്ന് ഇറങ്ങിയിട്ട് റോട്ടിൽ കൂടി ഒന്ന് ഇറങ്ങി നടക്കാൻ പറ. ധൈര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങൾ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് അടിക്കോളെ. അത്രത്തോളം വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ പാർട്ടി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നെന്ന്. പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കഷായം കൊടുത്ത് ഷാരോൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊന്ന ഗ്രീഷ്മയും, സയനൈഡ് കൊടുത്ത് കുടുംബത്തിൽപ്പെട്ട ഒരുപാട് പേരെ കൊന്ന കൂടത്തായി ജോളിയും ചെയ്തതിനേക്കാളും ഒട്ടും മോശമല്ലാത്ത തെറ്റാണ് നാക്കിൽ വിഷം പുരട്ടി ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞത്, വാക്കുകൾ കൊണ്ട് കൊന്നുകളഞ്ഞത്. അതും മനോവേദന അനുഭവിച്ച് മറ്റവരൊക്കെ പെട്ടെന്ന് മരിച്ചു. ഇത് എത്രയോ മണിക്കൂറുകൾ ആ മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടാവും. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്, ജീവിതത്തിൽ ബാക്കിയുള്ള സൗഭാഗ്യങ്ങളുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, ഭാര്യയ്ക്ക് നല്ല ജോലിയുണ്ട്, അച്ഛനും അമ്മയ്ക്ക് പെൻഷനുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, ADM ആണ്, ഒരു പക്ഷേ IAS കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെ റിട്ടയർമെൻ്റ് സമയത്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഞാൻ ജീവിക്കണോ വേണോ? പക്ഷെ അഭിമാനക്ഷതമേറ്റ ആ മനുഷ്യൻ ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഇവളെപ്പോലെയുള്ള വൃത്തികളുള്ള കാലത്ത് ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചു.
അതിനുള്ള ശിക്ഷയൊന്നും ഇവളോടൊന്നും കാലം ചോദിക്കാതെ കടന്നു പോവില്ല.